വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത ശുദ്ധജല മത്സ്യമായ രോഹിത എന്ന രോഹുവിന് ബിയർ കുടിക്കാൻ നൽകിയ രംഗണ്ണനെ തേടുകയാണ് സോഷ്യൽ മീഡിയ. ദക്ഷിണേഷ്യയിലെ നദികളിൽ കാണപ്പെടുന്ന കരിമീൻ കുടുംബത്തിലെ ഒരിനം മത്സ്യത്തെയാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗണ്ണൻ കയ്യിലെടുക്കുന്നതും തുടർന്ന് ബിയർ ഒരു സിപ്പ് കുടിക്കാൻ കൊടുക്കുന്നതും. ഇതോടെ മത്സ്യത്തെ അടിച്ചു പോസാക്കിയ അണ്ണനെതിരെ മുട്ടൻ പണി വരുന്നു എന്ന സൂചനകൾ പുറത്തുവരികയാണ്. മൃഗങ്ങളോട് മാത്രമല്ല, മത്സ്യങ്ങളെപ്പോലും വിചിത്രമായ രീതിയിൽ ഉപദ്രവിക്കുന്ന ആൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ് എന്ന പെറ്റ് എന്ന സംഘടനയടക്കം ടാഗ് ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോയ്ക്ക് താഴെ ചിലർ. മറ്റു ചിലരാകട്ടെ ബിയർ കുടിച്ച് കുരുങ്ങിയ ഈ മത്സ്യത്തെ കിങ് ഫിഷർ എന്ന് പറഞ്ഞ് കളിയാക്കിയും കമന്റുകൾ വരുന്നു. ഇന്ത്യൻ റെയർ ക്ലിപ്സ് എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ് വീഡിയോ എത്തിയിരിക്കുന്നത്. രണ്ട് പുരുഷന്മാരെയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. വീഡിയോ എടുത്ത സ്ഥലമോ അല്ലെങ്കിൽ സമയമോ ആരാണോ എന്നതൊന്നും തന്നെ വ്യക്തമല്ല. എന്നാൽ ഈ സംഭവത്തിൽ രംഗണ്ണനും ടീമിനും മുട്ടൻ പണി വരുമെന്ന സൂചനകളും പുറത്തുവരികയാണ്. ഇനിയിപ്പോൾ വൈറലായ ഈ രോഹു മത്സ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യ, ബംഗ്ലാദേശ്, അതിനപ്പുറമുള്ള ശുദ്ധജല നദികളിലാണ് പൊതുവെ ഇവ ജീവിക്കുന്നത്. വളരെ പോഷക സമൃദ്ധമായ ഒരു മത്സ്യമാണ്. ഇതിൽ പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വിറ്റാമിൻ എ, ബി, സി എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ മത്സ്യം. ഇത് മാത്രമല്ല, ഇതിൽ കൊഴുപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യകരമായ ഒരു മത്സ്യവുമാണ്. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളുടെ പ്രിയപ്പെട്ട വിഭവമാണ് രോഹു ഫിഷ് അഥവാ രോഹിത എന്ന മത്സ്യം. മത്സ്യം ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ്. ഈ മത്സ്യം കഴിക്കുന്നതിലൂടെ നിരവധി ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ഏറ്റവും പോഷക സമൃദ്ധമായ സമുദ്ര വിഭവങ്ങളിൽ ഒന്നാണ് രോഹു മത്സ്യം. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മറ്റ് ഭക്ഷണ ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി സാൽമൺ, ട്രൗട്ട്, മത്തി, ടൂണ, അയല തുടങ്ങി കൊഴുപ്പുള്ള മത്സ്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മത്സ്യം ശരീരത്തിന് നല്ലതാണ്. തലച്ചോറിൻ്റെയും കണ്ണുകളുടെയും ശരിയായ പ്രവർത്തനത്തിന് ഈ ഫാറ്റി ആസിഡുകൾ അത്യാവശ്യവുമാണ്. ഈ മത്സ്യത്തിൽ പൂരിത കൊഴുപ്പ് അടങ്ങിയിട്ടില്ലാത്തതിനാൽ ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് അനുയോജ്യമാണ്. ഹൃദയാരോഗ്യത്തിൻ്റെ പ്രധാന ശത്രുക്കളിൽ ഒന്നാണ് കൊളസ്ട്രോൾ. പതിവായി ഈ മത്സ്യം കഴിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. മറ്റ് പ്രോട്ടീൻ സ്രോതസ്സുകൾക്ക് പകരമായി നമുക്ക് ഈ മത്സ്യം കഴിക്കാനും സാധിക്കും. ഇനി അടുത്തത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അതായത് കാഴ്ച വൈകല്യത്തിനും അന്ധതയ്ക്കുമൊക്കെ മാക്കുലാർ ഡീജനറേഷൻ ഒരു പ്രധാന കാരണമാണ്. ഇത് കൂടുതലും പ്രായമായവരെയാണ് ബാധിക്കുന്നത്. ഈ മത്സ്യം ഒമേഗ 3 ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് ഈ രോഗത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും. വിപണിയിൽ നല്ല ഡിമാൻഡുള്ളതും രുചിയുള്ളതുമായ ഒരു മത്സ്യമാണ് രോഹു മത്സ്യം. ഇന്ത്യയിൽ ത്രിപുര, ബീഹാർ, അസം, പശ്ചിമ ബംഗാൾ, ഭോജ്പൂർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഈ മത്സ്യത്തിന് ആവശ്യക്കാർ ഏറെയുള്ളത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മത്സ്യത്തിന് 45 കിലോഗ്രാം ഭാരവും പരമാവധി 2 മീറ്റർ നീളവും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ രോഹു മത്സ്യം ശുദ്ധജല മത്സ്യമാണ്. 2 മുതൽ 5 വർഷ കാലയളവിലാണ് ഈ മത്സ്യം പൂർണ്ണ വളർച്ചയെത്തുന്നത്. 10 വർഷം വരെ ഇതിന് ആയുസ്സുണ്ട്. 14 ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞ താപനിലയിൽ ഈ മത്സ്യങ്ങൾക്ക് വളരാൻ സാധിക്കില്ല. എന്തായാലും പോഷക സമൃദ്ധമായ ഈ ശുദ്ധജല മത്സ്യമായ രോഹിത് എന്ന രോഹുവിനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബിയർ കുടിപ്പിച്ച് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ നിരവധി പേരാണ് രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.